Hi friends, welcome to my channel Tin for Media. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു origami പേപ്പർ ക്രാഫ്റ്റ് ആയിട്ടാണ്. നമ്മുടെ എന്താണെന്നല്ലേ ഇന്നത്തെ ക്രാഫ്റ്റ് നമ്മൾ ഉണ്ടാക്കുന്നത് ഗ്ലാസ്സസ് ആണ്, പേപ്പർ ഗ്ലാസ്സസ് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ എപ്പോഴും പറയാറുണ്ട് origami കുട്ടികൾക്ക് കൈ വഴങ്ങാനൊക്കെ ഏറ്റവും നല്ലതാണ്, ബ്രെയിൻ ഷാർപ്പ് ആവാനൊക്കെ നല്ലതാണ്. അപ്പോൾ ഇത്തരമുള്ള കുഞ്ഞു കാര്യങ്ങൾ നമ്മൾ കുഞ്ഞു മക്കൾക്കൊക്കെ ട്രൈ ചെയ്തെടുക്കുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടവും അവർക്ക് ഏറ്റവും നല്ലതുമാണ്. അപ്പോൾ നമുക്ക് ഇന്ന് ഈ പേപ്പർ ടൈ ഉണ്ടാക്കാം. ഈ origami കുട്ടികൾക്കും വലുതാർക്കും നല്ലതാണെന്ന് പറയുന്നത് നമ്മൾ കണ്ണുകൊണ്ട് നോക്കിയിട്ട് കൈ കൊണ്ടാണ് നമ്മളിത് മടക്കിയെടുക്കുക. അപ്പോൾ കണ്ണും കൈയും ഒരുപോലെ തന്നെ കോൺസെൻട്രേഷൻ വരുന്നതുകൊണ്ട് കുട്ടികൾക്ക് ബുദ്ധി വികസിക്കാനും ബ്രെയിൻ ഷാർപ്പ് ആവാനും കോൺസെൻട്രേഷൻ കിട്ടാനൊക്കെ നല്ല ഇതാണ്. അതുപോലെ തന്നെ ശരിക്കും ഒരു origami എന്ന് പറഞ്ഞാൽ മെൻ്റൽ റിലീഫും കൂടിയാണ്. അപ്പം എന്തെങ്കിലും നിങ്ങൾ സ്ട്രെയിനിലോ അല്ലെങ്കിൽ സ്ട്രെസ്സായിട്ട് ടെൻഷനായിട്ടൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും ഇങ്ങനെയുള്ളത് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് റിലീഫും കൂടിയായിരിക്കും. അപ്പോൾ നമ്മുടെ പേപ്പർ സ്പെക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഒരു പേപ്പറാണ്. ആ പേപ്പർ നമുക്ക് A4-ൻ്റെ വലിപ്പത്തിലുള്ള പേപ്പറാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. അതേ കട്ടിയുള്ളതാണ്, കാരണം ചാർട്ട് പേപ്പർ ആകുമ്പോഴത്തേക്കും അതിങ്ങനെ മടക്കി വരുമ്പോൾ ഭയങ്കര ബലമായിരിക്കും. അതുകൊണ്ട് തന്നെ A4-ൻ്റെ പേപ്പറാണ് എടുത്തേക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം. അതിൻ്റെ അളവ് വേണ്ടത് ഈ ഒരു സൈഡ് കറക്റ്റ് ആയിരിക്കും, ഈ ഒരു സൈഡ് അത് 20 സെൻറ്റിമീറ്റർ ആയിരിക്കും, ഈ ഒരു സൈഡിൽ നമുക്ക് 26 സെൻറ്റിമീറ്ററാണ് വേണ്ടത്. അപ്പോൾ എൻ്റെ ഇവിടെ അളന്ന് കറക്റ്റ് മടക്കി വെച്ചിട്ടുണ്ട്. നമുക്കത് അവിടെ ഒന്ന് ആ വശമൊന്ന് അത്രയും ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാം. നമുക്ക് 26 സെൻറ്റിമീറ്റർ ആവശ്യമുള്ളൂ, അതിൽ കൂടുതൽ നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഞാൻ ആ പോർഷൻ ഒന്ന് നമുക്ക് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് 20-ഉം 26-ഉം ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഞാൻ ഇവിടെ ഈ ഒരു കോണിൽ നിന്ന് ഇതുണ്ടോ ഞാൻ ചെയ്യുന്നതെന്ന് ഈ ഒരു കോണിൽ നിന്ന് ഈ ഒരു കോണിലേക്ക് ഒന്ന് മടക്കി കൊടുക്കും. ഒപ്പം വെച്ചിട്ട് ഒന്ന് മടക്കി കൊടുക്കും, ഈക്വലായിട്ട് ഒന്ന് മടക്കി ഇതുണ്ടോ. ഇനി നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ ഈ സെൻറ്റർ പോർഷനിൽ നിന്ന് നമുക്കത് ഈ രണ്ട് വശം ഒരുപോലെ തന്നെയാണ്. ഈ സെൻറ്റർ പോർഷനിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടൊന്ന് മടക്കി കൊടുക്കും. ഒരേപോലെ വെച്ചിട്ട് ഒപ്പമായിരിക്കും നമുക്കത് ഈക്വലായിട്ട് മടക്കി കൊടുക്കാം. ഇപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. ഇനി നമ്മൾ ഇതൊന്ന് ഫോൾഡ് ചെയ്തൊക്കെ നിവർത്തുമ്പോഴത്തേക്കും ലെങ്ത്ത് കൂടുതലുള്ള പോർഷൻ കണ്ടോ, ആ പോർഷൻ നമുക്ക് ഇതുപോലെ മടക്കിയെടുക്കാം. അപ്പോഴും നമുക്ക് എല്ലാ സൈഡ്സ് ഈക്വലായിട്ടായിരിക്കും കേട്ടോ വരിക. നമ്മളുടെ ആ മടക്കിൽ കൂടെ തന്നെയാണ് നമുക്ക് വരുന്നത്. എല്ലാ വശവും നമുക്ക് ഈക്വലായിട്ട് കിട്ടും. ഇപ്പോൾ നമുക്കിത് ഇവിടെ ഈ രണ്ട് വശം പോയിൻ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യുന്നത് ഇത് ഈ പോയിൻറ്റിൻ്റെ കറക്റ്റ് ഇവിടെ കൊണ്ടുവന്നിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്കത് ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത് കണ്ടോ. ഇനി ഞാൻ ആ മടക്കിയത് അതിൻ്റെ തന്നെ ഈക്വലായിട്ട് ഒന്നുകൂടെ മടക്കിയെടുക്കുന്നുണ്ട് കണ്ടോ. ഓക്കെ, ഇനി ഞാനത് ഒന്നുകൂടെ മടക്കിയെടുക്കുന്നുണ്ട്. 3 പ്രാവശ്യമാണ് നമ്മളത് മടക്കുന്നത് കണ്ടോ. ഇങ്ങനെ നമുക്ക് കിട്ടും. 3 പ്രാവശ്യം നമ്മളത് മടക്കിയെടുക്കും. ഓക്കെ, നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ അത് നിവർന്ന് പോരും. പിന്നെ ഇത്രയും മടക്കുകൾ വരുന്നതല്ലേ, ഇത് നമ്മൾ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കും. ഓക്കെ, ഇപ്പോൾ നമുക്ക് വേണ്ടത് ഇതിൻ്റെ ഈ പോർഷനില്ലേ, നമ്മുടെ ഈ ട്രയാങ്കിൾ എൻഡായി വരുന്ന ആ പോർഷൻ നമ്മൾ നന്നായിട്ട് ഉള്ളിലേക്കൊന്ന് മടക്കി കൊടുത്തു. അതുപോലെ തന്നെ ഇപ്പുറത്തെ വശവും കണ്ടോ, ഈ ട്രയാങ്കിൾ, ഈ കുഞ്ഞു ട്രയാങ്കിൾ എൻഡ് വരുന്ന പോർഷനിൽ നമ്മൾ നന്നായിട്ട് മടക്കി കൊടുത്തു. ഓക്കെ കണ്ടോ. ഇനി വേണ്ടത് നമ്മൾ ഇങ്ങനെ കിട്ടി ഈ കുഞ്ഞു ട്രയാങ്കിളിൻ്റെ ഈ പോർഷൻ ജസ്റ്റ് ഒന്ന് വെറുതെ ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് വെച്ചു. ഒരേ അളവിൽ തന്നെയായിരിക്കും കണ്ടോ. പിന്നെ വേണ്ടത് നമ്മുടെ കണ്ണിയുടെ കാലാണല്ലേ വേണ്ടത്. അത് നമുക്ക് കറക്റ്റായിട്ട് വളഞ്ഞ് വരണം. അത് ഞാൻ ഈ ഫോൾഡ് ചെയ്ത് ഇവിടെ ബലം കുറവാണ്, ആവശ്യം ഞാനൊന്ന് ചുരുട്ടി ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ നന്നായിട്ട് അമർത്തി കൊടുക്കണം കേട്ടോ. ഇപ്പോൾ നമുക്ക് സ്പെക്സ് പോലെ തന്നെ വന്നില്ല. അതുപോലെ തന്നെ ഇപ്പുറത്തെ വശവും വശം ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ടല്ലേ നമ്മുടെ origami പേപ്പർ ഗ്ലാസ് ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ നമുക്ക് പേപ്പർ സ്പെക്സ് ഇഷ്ടമായവർ ഉണ്ടാക്കി നോക്കുക. കുട്ടികൾക്കൊക്കെ ഇതുപോലെ കൈ വഴങ്ങാനൊക്കെ നല്ലതാണ്, ഉണ്ടാക്കി കൊടുക്കാൻ നല്ലതാണ്.
അപ്പം ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ കമൻറ്റിൽ പറയാം. പിന്നെ ഈ വീഡിയോ കാണുമ്പോഴത്തേക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് പേരുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എന്നാൽ പിന്നെ അതിൻ്റെ പുറത്തൊരു കുഞ്ഞ് ബെല്ലൈക്കണം കൂടി ഉണ്ട്. ആ ബെല്ലൈക്കണം കൂടി ഒന്ന് എനേബിൾ ചെയ്തിടുക. അപ്പം ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്സ് എന്തായാലും നിങ്ങൾക്ക് കമൻസിൽ പറയാം. പിന്നെ നിങ്ങൾക്ക് ഒറിഗാമി ഇനി ഏതാണോ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ ഇഷ്ടം, അല്ലെങ്കിൽ എന്തിൻ്റെ വീഡിയോ ആണോ നിങ്ങൾക്ക് വേണ്ടത്, ഒറിഗാമീനെ കണക്ട് ചെയ്തിട്ടുള്ളത്, നിങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ കമൻസിൽ പറയുകയാണെങ്കിൽ അങ്ങനത്തെ വീഡിയോ നമുക്ക് അപ്ലോഡ് ചെയ്യാം. വീഡിയോ ഇഷ്ടമായവർ ഷെയർ ചെയ്യാൻ മറക്കരുത്. കുഞ്ഞുമക്കളുള്ളവർക്കോ അല്ലെങ്കിൽ ഇങ്ങനെ പേപ്പർ വർക്ക്സ് ഒക്കെ ഇഷ്ടമുള്ളവർ ഫ്രണ്ട്സ് ഫാമിലിയിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്.